ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് ആർട്ട് വർക്കുകളാണ് കാണിക്കുന്നത്. വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യത്തെ ഒരു വർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പേജിലൊന്ന് ക്രോസ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ലൈൻസ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഫ്രീ ഹാൻഡ് ആയിട്ടാണ് ഞാനിപ്പോൾ വരച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ സ്കെയിൽ വെച്ചിട്ട് വരക്കണമെങ്കിൽ അങ്ങനെ വരച്ചെടുക്കാം. എന്നിട്ട് ഓരോ കിട്ടിയ ഷേപ്പിൻ്റെ ഉൾഭാഗത്തും ഏകദേശം പകുതി ഭാഗത്ത് വരുന്ന രീതിയിൽ ഇതുപോലെ ഓരോ ലൈൻസ് ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഒരു ലൈനിൻ്റെ എൻഡിലായിട്ട് ഹാർട്ട് ഷേപ്പുകളാണ് വരച്ചു കൊടുക്കുന്നത്. ഇനിയിപ്പോൾ കുഞ്ഞ് ഫ്ലവേഴ്സ് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ വരച്ചെടുക്കാം. ഹാർട്ട് ഷേപ്പ് വരക്കുന്ന ടൈമിൽ ബ്ലാങ്ക് ആയിട്ട് ഉൾഭാഗത്ത് നിർത്തുന്ന രീതിയിൽ വരക്കാനായിരുന്നു പ്ലാൻ ചെയ്തത്. പിന്നെ ചില സമയത്ത് കാര്യമായിട്ട് വരക്കുന്ന ടൈമിൽ അങ്ങ് തെറ്റിപ്പോവും. അപ്പം പിന്നെ ഉൾഭാഗം കൂടെ അങ്ങ് ഫില്ല് ചെയ്തെടുത്തതാണ്. അതിനുശേഷം ഓരോ കിട്ടിയ ലൈൻസിൻ്റെ ഉൾഭാഗത്തായിട്ടും ഇതുപോലെ ഒന്ന് കർവ് ചെയ്തിട്ട് ലൈൻസ് വരച്ചു കൊടുക്കുക. ഹാർട്ട് ഷേപ്പ് വരച്ചെടുത്ത സ്പേസ് വരെ ഒരേ ലൈനിൽ അങ്ങനെ അങ്ങ് വരച്ച് പോയിട്ട് പിന്നീട് രണ്ടാക്കിയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലൈൻസിൻ്റെ എൻഡുകളൊക്കെ ഇതുപോലെ ഒന്ന് കൂട്ടിമുട്ടി നിൽക്കുന്ന രീതിയിലൊന്ന് വരച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ ആ ഒരു ഷേപ്പ് മുഴുവനായിട്ടൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്ത ശേഷം അടുത്തൊരു ഷേപ്പിനുള്ളിലും ഇതുപോലെ തന്നെ ലൈൻസ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒന്നിടവിട്ട് വരുന്ന ലൈൻസുകളുടെ ഉള്ളിലായിട്ടാണ് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താൽ മതി. ബാക്കി വരുന്ന സ്പേസുകൾ ബ്ലാങ്ക് ആക്കിയിട്ട് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ബ്ലാക്ക് കളർ യൂസ് ചെയ്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ എല്ലാ ലൈൻസുകളുടെ ഉള്ളിലും ഇതുപോലെ തന്നെ ലൈൻസ് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ ലൈനും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കി വരുന്ന എല്ലാ ഷേപ്പുകളുടെ ഉൾഭാഗത്തും ലൈൻസ് ഒന്ന് വരച്ചിട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി കർവ് ചെയ്തിട്ടുള്ള ലൈൻസുകൾ വരക്കുന്ന ടൈമിൽ ലൈൻസിൻ്റെ ഗ്യാപ്പ് കൂട്ടി കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൂടെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എല്ലാത്തിലും ഓരോ ഗ്യാപ്പ് വരുന്ന രീതിയിലാണ് വരച്ചെടുത്തിട്ടുള്ളത്. പിന്നെ ഇതുപോലുള്ള ലൈൻസുകളൊക്കെ വരച്ചെടുക്കുമ്പോൾ പെർഫെക്ഷൻ ഒന്നും നോക്കേണ്ടതില്ല, ഫ്രീ ആയിട്ട് തന്നെ അങ്ങ് വരച്ച് പോകാം. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഒരു വർക്ക് വരുന്നത്. സിമ്പിളായി തന്നെ കുറഞ്ഞ ടൈം കൊണ്ട് വരച്ചെടുക്കാൻ പറ്റിയ ഒരു വർക്കാണ്. സ്കെച്ച് ഉപയോഗിച്ചിട്ട് തന്നെ ലൈൻസുകൾ വരക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് വരച്ച് കഴിയും. ഇനിയിപ്പോൾ പെൻസിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ പെൻ ഉപയോഗിച്ചിട്ടൊക്കെ വരച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. കുറച്ചധികം ടൈം ആ ലൈൻസ് വരക്കാൻ വേണ്ടിയിട്ട് വേണ്ടി വരുമെന്നുള്ളൂ. ഇനിയിപ്പോൾ ബ്ലാക്ക് ഉപയോഗിച്ചതിന് പകരം ഡിഫറെൻറ്റ് കളേഴ്സോ അല്ലെങ്കിൽ ഒരു സിംഗിൾ കളറൊക്കെ ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ കൂടെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് ഈ ഒരു വർക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇനി അടുത്തൊരു വർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പേജിൽ ഒരു സൈഡിലോട്ട് 4 കോളങ്ങളും അടുത്തൊരു സൈഡിലോട്ട് 3 കോളങ്ങളും വരുന്ന രീതിയിലൊന്ന് കോളങ്ങൾ വരച്ചെടുക്കുന്നുണ്ട്. കോളങ്ങളുടെ എണ്ണത്തിൽ ചേഞ്ചസ് ഒക്കെ വരുത്തി കൊടുക്കാം. ഇനിയും ചെറിയ ഡിസൈൻസാണ് വേണ്ടതെങ്കിൽ കോളങ്ങളുടെ വലിപ്പം ഒന്നുകൂടെ ഒന്ന് കുറച്ച് കൊടുത്തിട്ട് കോളങ്ങളുടെ എണ്ണം കൂട്ടി കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ട് ഒരു 12 കോളം വരുന്ന രീതിയിലാണ് വരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു ഡിസൈൻ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഈ ഒരു കോളത്തിനുള്ളിൽ എൻ്റെ ഭാഗത്തു നിന്ന് തുടങ്ങിയിട്ട് അടുത്തൊരു ലൈനിൻ്റെ കുറച്ച് ഗ്യാപ്പ് വിട്ട് വരുന്ന രീതിയിൽ ലൈനൊന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഒരു ലൈനിൻ്റെ എൻഡിൽ നിന്ന് അടുത്തൊരു ലൈനിൻ്റെ കുറച്ച് ഗ്യാപ്പ് വിട്ട് വരുന്ന ഭാഗത്തോട്ട് ലൈൻ വരച്ചു കൊടുക്കുക. ഇങ്ങനെ 4 സൈഡിലും മാറിയിട്ട് ലൈൻസ് ഒന്ന് വരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ സിമ്പിളായി തന്നെ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഏതൊരു സൈഡിൽ നിന്നാണ് തുടങ്ങിയത് അതുപോലെ തന്നെ എല്ലാ കോളത്തിനുള്ളിലും ഒരേപോലെ തന്നെ ലൈൻസ് വരച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഈ ഒരു ആർട്ട് വർക്ക് സീരീസ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഇതിൻ്റെ തന്നെ വേറൊരു മോഡൽ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്ന ടൈമിൽ ഒരു ചെണ്ടൻ്റെ ഒക്കെ ഒരു ഷേപ്പായിട്ടാണ് കിട്ടുന്നത്. മുന്നേ ചെയ്തതിൻ്റെ ഫൈനൽ ലുക്കിൽ വരുന്നത് ഒരു കൂൺ ഷേപ്പൊക്കെ വരുന്ന രീതിയിലായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റിൽ ആ ഒരു ഷേപ്പ് കൂടെ ഒന്ന് കാണിക്കാം. അന്ന് ലൈൻസുകളൊക്കെ വരക്കുന്നത് സെയിം മെത്തേഡ് തന്നെയാണെങ്കിലും കൊടുക്കുന്ന എൻഡുകൾ ഡിഫറെൻ്റ് ആയിട്ടായിരുന്നു ഓരോ കോളത്തിലും വരച്ചെടുത്തിരുന്നത്. ഇതിലിപ്പോൾ എല്ലാ കോളത്തിലും ഒരുപോലെ തന്നെ വരച്ചെടുത്താൽ മതി. പിന്നെ വരക്കുന്ന ടൈമിൽ ലൈൻസുകളൊന്നും മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒന്ന് മാർക്ക് ചെയ്തിട്ടാൽ മതി. അല്ലെങ്കിൽ ലൈൻസുകൾ വരക്കുന്ന ടൈമിൽ തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ എല്ലാ കോളത്തിലും ഇതുപോലെ ആദ്യം ഓരോ ലൈനൊന്ന് വരച്ചിട്ടിട്ട് പിന്നീട് വരച്ചു തുടങ്ങുന്നത്. ഈ ഒരു വർക്ക് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ട് ഇതുപോലെ തന്നെ ഒരിക്കൽ ചെയ്തിട്ട് പകുതി വരെ എത്തിയിട്ട് ലൈനൊന്ന് മാറിപ്പോയതുകൊണ്ട് വീണ്ടും വരച്ചെടുത്തതാണ്. അതുകൂടെ ഞാൻ ഈ വീഡിയോൻ്റെ കൂട്ടത്തിൽ ഒന്ന് കാണിക്കാം. ലൈന് തിരിച്ച് വെച്ച് വരച്ചതാണ്. ഈ ഒരു വർക്കിൻ്റെ ഷേപ്പ് ഇതുപോലെ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഇനി മുന്നേ ചെയ്ത വർക്കിൻ്റെ ഫൈനൽ ലുക്കിൽ ഇതുപോലെയാണ് ഷേപ്പുകൾ കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഇതാണ് ഈ ഒരു വർക്കിൻ്റെ ഫൈനൽ ലുക്ക്. മുന്നേ ചെയ്തതിലും എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയൊരു വർക്കാണ്. അപ്പോൾ ഇനി അടുത്തൊരു വർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ 4 കോളങ്ങൾ ഒരു സൈഡിലോട്ടും 3 കോളങ്ങൾ അടുത്തൊരു സൈഡിലോട്ടും വരുന്ന രീതിയിൽ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു കോളത്തിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു കുഞ്ഞു സർക്കിൾ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ എന്തെങ്കിലും ഒരു ഷേപ്പുകൾ വെച്ചിട്ട് ഒന്ന് വരച്ചെടുത്താൽ മതി. അതിനുശേഷം ഒരു പെൻസിൽ ഉപയോഗിച്ചിട്ട് ഓരോ 4 ഭാഗത്തും ഇതുപോലെ ഒന്ന് കർവ് ചെയ്തിട്ട് ഉള്ളിലോട്ട് നിൽക്കുന്ന രീതിയിൽ ആ ഒരു സർക്കിളിൽ നിന്ന് തുടങ്ങിയിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് വരച്ചു കൊടുക്കാം. അതിനുശേഷം
ഒരു സ്കെച്ച് ഉപയോഗിച്ചിട്ട് ഈ ഒരു വരച്ചതിൻ്റെ മുകളിലൂടെ ലൈൻസ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ലൈൻസ് വരക്കുന്ന കൂട്ടത്തിൽ തന്നെ ബാക്കി ഡിസൈൻ കൂടെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. ലൈൻസ് വരച്ചെടുക്കുമ്പോൾ ഉള്ളിലോട്ടായിട്ട് കർവ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഓപ്പോസിറ്റ് സൈഡ് വരുന്ന രീതിയിൽ വേണം ലൈൻസ് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ വരച്ചെടുത്ത ലൈനുകളുടെ ഒക്കെ ജോയിന്റിൽ നിന്ന് ഈ ഒരു സ്ക്വയറിൻ്റെ സൈഡിലോട്ടായിട്ട് ഇതുപോലെ ഒന്ന് ലൈൻസ് വരച്ചു കൊടുക്കണം. ഇങ്ങനെ 4 സൈഡിലോട്ടും നിൽക്കുന്ന രീതിയിൽ ലൈൻസ് ഒന്ന് വരച്ചിട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു ഭാഗം കൂട്ടിമുട്ടി നിൽക്കുന്ന രീതിയിലും അടുത്തൊരു ഭാഗം ഗ്യാപ്പ് വരുന്ന രീതിയിലും വേണം ലൈൻസ് വരാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ എല്ലാ കോളങ്ങളുടെ ഉൾഭാഗത്തും ലൈൻസ് ഒന്ന് വരച്ചിട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. ഇന്ന് വരച്ചെടുത്തിട്ടുള്ള ഒട്ടുമിക്ക വർക്കുകളും ലൈൻസ് മാത്രം ഉപയോഗിച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സിമ്പിളായി തന്നെ വരച്ചെടുക്കാൻ പറ്റും. സ്കെച്ച് ഉപയോഗിച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് വരച്ച് കഴിയും. പിന്നെ ആദ്യം തന്നെ തെറ്റണ്ടെന്ന് കരുതിയിട്ട് ബേസ് മാത്രം ഒരു പെൻസിൽ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്കി ലൈൻസുകളൊക്കെ വരക്കുന്നത് സ്കെച്ച് ഉപയോഗിച്ചിട്ട് നേരിട്ട് തന്നെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ബ്ലാക്കിന് പകരം ഡിഫറെൻറ്റ് കളേഴ്സിൽ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ കൂടെ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഉൾഭാഗത്തൊക്കെ കളേഴ്സ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് അതിനുശേഷം സ്കെച്ച് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ കൂടെ ചെയ്തെടുക്കാം. ഈ ഒരു വർക്കിൽ ഇപ്പോൾ വെറും ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമായിട്ടേ ഞാനിപ്പോൾ ചെയ്തെടുക്കുന്നുള്ളൂ. ഇനി ഇതുപോലെ തന്നെ അടുത്തൊരു വർക്ക് ചെയ്യുന്ന ടൈമിൽ ഇതുപോലെ കളേഴ്സൊക്കെ ആഡ് ചെയ്തിട്ടും കൂടെ കൊടുക്കാം. അത് വേറെ ഒന്നും കൊണ്ടല്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചെയ്യുന്നതും കളേഴ്സ് ഉപയോഗിച്ച് ചെയ്യുന്നതും രണ്ടും രണ്ട് തരം ഭംഗിയിലാണ് ഫൈനൽ ലുക്കിൽ കിട്ടുക. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഇനി അടുത്തൊരു വർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നേരിട്ട് തന്നെ സ്കെച്ച് ഉപയോഗിച്ചിട്ട് ലൈൻസ് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചെരിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ ലൈൻസ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ലൈനിൻ്റെ ഉള്ളിൽ ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് കർവ് ചെയ്തിട്ട് ലൈൻസുകൾ ഒരു ത്രികോണം ഷേപ്പ് വരുന്ന രീതിയിൽ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ഷേപ്പുകളുടെ ഒക്കെ എൻഡ് ഭാഗം ഒന്ന് കർവ് ചെയ്തെടുക്കുന്നുണ്ട്. ഓരോ ജോയിൻസും കർവ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഒന്ന് വരച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ഈ ഒരു ഷേപ്പുകളുടെ ഒക്കെ വലുപ്പം കൂട്ടി കൊടുക്കണമെങ്കിൽ ലൈൻസിൻ്റെ ഗ്യാപ്പ് ഒന്നുകൂടെ ഒന്ന് കൂട്ടിയെടുത്താൽ മതി. അതിനുശേഷം ഇതുപോലെ ഒന്ന് ലൈൻസ് ചെരിഞ്ഞിട്ട് രണ്ട് സൈഡിലോട്ടായിട്ട് വരച്ചു കൊടുത്തിട്ട് ഈ ഒരു ത്രികോണം ഷേപ്പ് വരുന്ന രീതിയിൽ ഒന്നാക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ കർവ് ചെയ്ത് നിൽക്കുന്ന ഓരോ ജോയിൻസിനുള്ളിലും ഇതുപോലെ ഒന്ന് ഒരു ബ്ലാക്ക് ഉപയോഗിച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. കർവ് ചെയ്ത ഷേപ്പുകൾ മാത്രം അങ്ങനെ നിർത്തി കൊടുത്തിട്ട് ബാക്കി വരുന്ന സ്പേസുകളിലെല്ലാം ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഷേപ്പുകളുടെ ഒക്കെ ഔട്ട്ലൈൻ ചെറുതായിട്ടൊന്ന് കട്ടി കൂട്ടി കൊടുക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരു പേജിൽ വരച്ചെടുത്ത മുഴുവൻ ഷേപ്പുകളും ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു വർക്ക് ഇത്തിരി ടൈം എടുത്ത് ചെയ്യേണ്ട വർക്കാണ്. ബാക്കിയുള്ള വർക്കുകളൊക്കെ സിമ്പിളായി തന്നെ ചെയ്തെടുക്കാൻ പറ്റിയതായിരുന്നു. ഇത് ഓരോ ഗ്യാപ്പും ഫില്ല് ചെയ്തെടുക്കാനും അതുപോലെ തന്നെ ഷേപ്പുകളുടെ ഒക്കെ ഫില്ലിങ്സിനും ഒക്കെ കൂടിയിട്ട് കുറച്ചധികം ടൈം തന്നെ വേണ്ടി വരുന്നുണ്ട്. കുറച്ച് മുന്നേ ഫോണിൽ ഒരു വീഡിയോ കാണുന്ന ടൈമിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് വാളിൽ ചെയ്തിരുന്ന ഒരു പാറ്റേൺ ആണ്. അന്നിങ്ങനെ ജസ്റ്റ് നോട്ട് ചെയ്തിട്ടെന്നുള്ളൂ. അതിപ്പോൾ റീക്രിയേറ്റ് ചെയ്ത് നോക്കിയതാണ്. പക്ഷേ ഫൈനൽ ലുക്കിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ലാസ്റ്റിൽ ലൈൻസ് വരക്കുന്നത് ചെറുതായിട്ടൊന്ന് കട്ടി കൂട്ടിയിട്ടാണ് വരച്ചെടുക്കുന്നത്. പിന്നെ ഷേപ്പുകൾക്കും ചെറുതായിട്ടൊക്കെ ഒരു ചേഞ്ചസ് ഉണ്ട്. അവിടെ സ്ക്വയേഴ്സും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഷേപ്പ് ഉപയോഗിച്ചിട്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഞാൻ വെറും ത്രികോണങ്ങൾ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. റെഫറൻസ് ഒന്നും നോക്കാതെ തന്നെ ഈ ഒരു വർക്ക് ചെയ്തെടുത്തുകൊണ്ട് ഷേപ്പുകളുടെ വ്യത്യാസമൊന്നും ആ ഒരു ടൈമിൽ അറിയുന്നുണ്ടായിരുന്നില്ല. വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ ശേഷമാണ് വീണ്ടും ആ ഒരു വീഡിയോ കാണുന്ന ടൈമിൽ ചേഞ്ചസ് മനസ്സിലാവുന്നത്. കൂടെ തന്നെ ഹൈലൈറ്റിങ്ങിലും വ്യത്യാസമുണ്ട്. ഒരു ഭാഗത്ത് മാത്രം ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നതിന് പകരം ഈ ഒരു ഷേപ്പിൻ്റെ 3 സൈഡിലും ലൈൻസൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ തന്നെ വേറൊരു ഡിസൈൻ തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എന്തൊരു വീഡിയോസ് കാണുകയാണെങ്കിലും അല്ലെങ്കിൽ വല്ല പരസ്യങ്ങളോ ഡ്രസ്സുകളോ ഒക്കെ കാണുകയാണെങ്കിലും അതിൻ്റെയൊക്കെ പാറ്റേൺ നോട്ട് ചെയ്ത് വെക്കലാണ് മെയിൻ പരിപാടി. ഈ ഒരു ആർട്ട് വർക്ക് സീരീസ് ചെയ്യുന്നത് നോട്ട്ബുക്കിലായതുകൊണ്ട് തന്നെ കുറേ വർക്കുകൾ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഡ്രസ്സുകളിൽ നിന്നും അല്ലെങ്കിൽ കാണുന്നതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നീട് അത് ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. ഇങ്ങനെ എല്ലാ ഷേപ്പുകളുടെയും ഔട്ട്ലൈനൊക്കെ ഒന്ന് കട്ടികൂട്ടി ഗ്യാപ്പുകളൊക്കെ ഫില്ല് ചെയ്തെടുത്ത ശേഷം ഇതുപോലെ ഷേപ്പുകളുടെ ഉൾഭാഗത്തായിട്ട് കളേഴ്സ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഗ്യാപ്പ് ഇട്ട് കളേഴ്സ് ഫില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം നോക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് എല്ലാ ഷേപ്പുകളുടെ ഉള്ളിലും ഇതുപോലെ തന്നെ കളേഴ്സ് ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു വർക്കിന് വേണ്ടിയിട്ട് ബ്ലാക്കും അതുപോലെ തന്നെ ബ്ലൂവും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇനിയിപ്പോൾ ഡിഫറെൻറ്റ് കളേഴ്സായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ കൂടെ ചെയ്തെടുക്കാം. ഈ ഒരു ഷേപ്പുകളുടെ ഉൾഭാഗത്ത് കളേഴ്സ് മാത്രം ഫില്ല് ചെയ്തെടുത്താൽ തന്നെ ഒരു വർക്ക് കിട്ടും. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഷേപ്പുകളുടെ മുകളിലായിട്ട് ഹൈലൈറ്റിങ് കൂടെ കൊടുക്കുന്നുണ്ട്. നൈസായിട്ടാണ് ഹൈലൈറ്റിങ് കൊടുക്കാൻ വിചാരിച്ചതെങ്കിലും ലാസ്റ്റ് കട്ടി കൂടിയ രീതിയിൽ തന്നെ ഈ ഒരു ഷേപ്പിൻ്റെ എല്ലാ ഭാഗത്തും ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചില വർക്കുകൾ കുറേ ടൈം എടുത്ത് ചെയ്യുകയാണെങ്കിലും ഇത്തിരി ബോറടിയൊക്കെ ഉണ്ടാകും. പക്ഷേ ഈ ഒരു വർക്ക് ചെയ്യാൻ ടൈം എടുക്കുന്നുണ്ടെങ്കിലും ഒത്തിരി ബോറടിയൊന്നും തോന്നുന്നില്ല. കളേഴ്സ് ഫില്ല് ചെയ്യലൊക്കെ ആയതുകൊണ്ട് തന്നെ
കുറച്ച് സ്പീഡിലൊക്കെ അങ്ങ് കഴിഞ്ഞു പോകും. പിന്നെ ആ ഒരു ബ്ലാക്ക് ഫില്ല് ചെയ്തെടുക്കാനാണ് കുറച്ചധികം ടൈം വേണ്ടത്. ഷേപ്പുകളുടെ കളേഴ്സൊക്കെ ഫില്ല് ചെയ്ത ശേഷം സിംഗിളായിട്ടൊരു ലൈൻ പോലെ വരച്ചെടുത്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇത്തിരി കട്ടി കൂടിയിട്ടും ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഗിൽറ്റർ ടൈപ്പിലുള്ള ജെൽ പെന്നാണ് യൂസ് ചെയ്യുന്നത്. വൈറ്റ് ഷെയ്ഡ് വരുന്ന ഗ്രേ കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഗോൾഡൻ ടച്ചോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ ആയിട്ട് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ എല്ലാ ഷേപ്പുകളുടെ ഉൾഭാഗത്തും ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ മൈൻഡൊക്കെ റിലാക്സ് ആവാനും അതുപോലെ തന്നെ സ്ട്രെസ്സൊക്കെ കുറക്കാനും പിന്നെ വെറുതെ ഇരിക്കുന്ന ടൈമിലൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ വർക്കുകളാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ മാക്സിമം ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലായിട്ടൊന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെ ഫ്രണ്ട്സിനും കസിൻസിനും മറ്റുള്ളവരിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ തന്നെ വീഡിയോസൊക്കെ മാക്സിമം സ്പീഡിൽ തന്നെയാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഓരോ വീഡിയോയിലും 3-4 വർക്കുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ സ്കിപ്പ് ചെയ്യാതെ കാണാനും കൂടെ ഒന്ന് ശ്രമിക്കണേ. ഇനിയും സ്പീഡൊക്കെ കൂട്ടുകയാണെങ്കിൽ തീരെ ലെങ്ത് ഉണ്ടാവില്ല വീഡിയോക്ക്. പിന്നെ ഒട്ടും വരക്കാൻ അറിയാത്തവർക്കും വരക്കുന്ന ടൈമിൽ ഇത്തിരി കൂടെ എളുപ്പത്തിൽ കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഇനി ഈ ഒരു ഹൈലൈറ്റിംഗ് കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വർക്കും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു വർക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ.